അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ പേളായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണിത്. വഴിയെന്ന് പറയുന്നത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടെയ്നർ റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോൾഗാട്ടി സർക്കിളിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പേള ഐലൻഡിലെത്താനായിട്ട്. അപ്പോൾ അതുവഴി പോകുമ്പോൾ നല്ല രസമാണ്. വഴി രണ്ട് സൈഡും കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള രണ്ടും പച്ചപ്പും ഇതൊക്കെ ഉള്ളതാണ്. ഈ കാണുന്നത് കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റെയിലിൻ്റെ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കണ്ടെയ്നറിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു റെയിൽ വല്ലാർപാടം ടെർമിനലിലേക്ക് സെപ്പറേറ്റ് ഒരു റെയിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അതുവഴി നേരെ ചെന്നെത്തുമ്പോൾ അതൊരു ടോളുണ്ട്. ബോൾഗാട്ടി പാലസിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് പേളിലേക്ക് എത്തണമെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലമാണ്. ടോൾ പ്ലാസ ഉണ്ട്. അപ്പോൾ 4 വീലറോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോൾ എടുക്കണം. ടോൾ എടുത്ത് നേരെ പോകണം. നേരെ കടന്ന് ഒരുപാട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ഇത് ഞാൻ പോകുമ്പോൾ നിർത്തിയതാണോ ഒരു ചേട്ടൻ ഒരു വഞ്ചിയിൽ മീനൊക്കെ വലയിട്ട് ചെറിയ വലയൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കുന്നത് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ നിർത്തിയതാണ്. നല്ല രസമുണ്ട് കാണാനുണ്ട്. ഈ ഐലൻഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ മെയിൻ ഇതെന്ന് പറയുന്നത് മീൻ കൃഷിയും അല്ലെങ്കിൽ ഇത്തരം മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കൃഷിയുണ്ട്, നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് മുളകാട് വ്യൂ പോയിൻ്റ് എന്ന് പറയും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ളതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈവനിങ്ങിലൊക്കെ നല്ല സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇന്ന് ആകെ മേഘമൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല, ഇന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് നേരെ പോകണം. കുറച്ചുകൂടി നമുക്ക് പോകാനുണ്ട് ഇവിടുന്ന് ഏകദേശം. ഏകദേശം നമ്മൾ മുല്ലമ്പള്ളി എത്തി. മുല്ലമ്പള്ളിയിൽ നിന്ന് ഇനി ലെഫ്റ്റാണ് പോകേണ്ടത്. ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രിഡ്ജാണ് പുതുതായിട്ട് പണിത്. അതായത് പണ്ട് വെച്ചാൽ ഈ പേള ഗ്രാമത്തിലേക്ക് പോകാൻ ഇത്തരത്തിലുള്ള ബ്രിഡ്ജോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കടത്തുകൊള്ള അല്ലെങ്കിൽ ജങ്കാർ മാത്രമാണ് അവർക്ക് ആക്സിഡൻ്റ് ആയിട്ടുള്ളത്. പിന്നീട് അത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നോക്കി ഒരുപാട് ചീനറകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് ഒരുപാട് കൃഷിയും കാര്യങ്ങളും തെങ്ങും നല്ലൊരു ഭംഗിയാണ്, കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇന്നത്തെയും ഇന്നൊരു കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര തെളിച്ചമില്ല. പക്ഷേ സാധാരണ ഒരു നല്ലൊരു ദിവസമാണെങ്കിൽ സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഇരുകരകളിലായിട്ട് ഒരുപാട് ചീന വലകൾ നമുക്ക് കാണാം. കുറേ ഉണ്ട്. അപ്പുറം ഈ പാലത്തിനപ്പുറം ഇപ്പുറമായിട്ട് ഒരുപാട് ചീനവലകൾ ഇതുപോലെ കാണാൻ കഴിയും. ഇനി പേൽ ഐലൻഡ് ഹിസ്റ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1340 ഒരു പ്രളയത്തെ തുടർന്ന് പെരിയാർ വഴിമാറി ഒഴുകുകയും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു സ്ഥലമാണ് ഈ പേൽ ഐലൻഡ്. പേൽ ഐലൻഡ് മാത്രമല്ല ഇതിന് ചുറ്റിപ്പറ്റി ഒരുപാട് ഐലൻഡുകൾ അപ്പുറയുമുണ്ട്. ഏകദേശം 10ൽ കൂടുതൽ ഐലൻഡുകളുണ്ട്. അതിൽ കൂടുതലും ഇതുപോലെ ഫ്ലഡിന് ശേഷം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പാലം ചെന്ന് എൻഡ് ആവുന്നതെന്ന് പറയുന്ന ഒരു സർക്കിളാണ്. ആ സർക്കിളിൽ നിന്ന് നമുക്കിപ്പോൾ വലതുവശത്തോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇടത് വശത്തോട്ടും അല്ലെങ്കിൽ സ്ട്രേറ്റ് പോകാനുള്ളൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഫേസ് 2 എന്നൊരു ഇത് വരുന്നുണ്ട്. അതിപ്പോഴല്ല, ഇനി ബാക്കിയുള്ള ദ്വീപുകളിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പോയിൻ്റ് പോലെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് വലതുവശത്തോട് പോയി കടമക്കുടിക്ക് ഇതുവഴി പോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കൂടി പാലത്തിൻ്റെ താഴെ കൂടെ ഇറങ്ങി പീഴല അല്ലെങ്കിൽ ചെറിയ കടമക്കുടിയിലേക്ക് നമുക്ക് അതുവഴി യാത്ര ചെയ്യാം. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി വന്ന് റൈറ്റിലോട്ട് പോയിട്ട് വേണം നമുക്ക് പിഴല അല്ലെങ്കിൽ ചെറിയ കടമക്കുടിയിലെ ഐലൻഡിൽ എത്താനായിട്ട്. അപ്പോൾ പറഞ്ഞതുപോലെ പണ്ട് ഇവിടെ ഇതൊന്നുമില്ല, ഈ ബ്രിഡ്ജില്ല. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം 2020 ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവർക്കൊക്കെ ഇപ്പുറത്തേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത് വന്നതിന് ശേഷം ഇത് നല്ലൊരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പ്ലേസായി കുറേ ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ വന്ന് കാണാനും ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കാണുന്ന പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നത്. ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്ന് ഇതിലങ്ങോട്ട് നേരെ നടക്കാം. ചെറിയൊരു റോഡാണ്. ഇതിൻ്റെ ഈ വശങ്ങളിലും ഒരു കണ്ടങ്ങളായിട്ട് തിരിച്ചിട്ട് അവിടെ പൊക്കാളി അല്ലെങ്കിൽ മീൻ കൃഷി ഓരോ ഇതിലായിട്ട് വേറെ വേറെയായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളും കണ്ടു നമ്മൾ നേരെ ചെന്നെത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു പാലം കാണാം. പാലം നാവിക് പാലം തോന്നുന്നു. ഇത് ഈ അടുത്ത് പണിതാണ്. 2019 ഇനി ഇൻ്റഗ്രേഷൻ കാര്യങ്ങളും ആരാണ് എന്തൊക്കെ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ ഒരു പലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു പഴയ പൊളിഞ്ഞൊരു പാലം കാണാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ബലക്ഷയം സംഭവിച്ചപ്പോഴാണ് ഈ ഒരു പുതിയ പാലം കൺസ്ട്രക്ട് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. നല്ലൊരു ഇരുമ്പും കാര്യങ്ങളും സ്ട്രക്ചർ തന്നെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ.
അങ്ങനെ തിരിച്ച് വരാൻ നേരത്ത് നമുക്ക് കാണാൻ വെച്ചാൽ ഒരുപാട് ദേശാടന പക്ഷികൾ വന്നിട്ട് അവർക്ക് എൻ്റെ തീറ്റ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പക്ഷിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കഴുത്തിന് നീണ്ടിരിക്കുന്ന കൊക്കും കഴുത്തിന് മുകളിൽ നിന്നുള്ള കറുത്ത കളറും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഒരുപാട് പേരുണ്ട്, കുറേ കൂട്ടമായിട്ട് അവർ വന്ന് കുറേ അങ്ങനെ ആവശ്യമായുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ചെറിയ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടമക്കുടിയിലേക്കുള്ള റോഡെന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ചെറിയ കാറുകളൊക്കെ പോവാം, പക്ഷേ ഇത്തിരി വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. ചെറിയ വഴിയാണ്. ഒരുപാട് നല്ലൊരു സൺസെറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ വെച്ചാൽ ഈ കാർമേഘങ്ങൾ അങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയില്ല. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് വന്നൊരു പിക്ചർ ഞാനിവിടെ എൻഡിൽ ഞാൻ ആ ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.